രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി വൈകിയേക്കില്ല. വിഷയത്തിൽ ആശയവിനിമയം തുടങ്ങി KPCC നേതാക്കളോട് അഭിപ്രായം തേടി. സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എപ്പോൾ ഒരു തീരുമാനം ഇക്കാര്യത്തിലുണ്ടായേക്കും? സലിം, നിമിഷവും KPCC നേതൃത്വം ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടും എന്നുള്ളതാണ്. കാരണം നേതാക്കൾ പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞു. ഷാഫി പറമ്പിൽ ഒഴികെ ഏതെങ്കിലും ഒരു പ്രധാന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നേതൃത്വത്തോടൊന്ന് സംസാരിക്കുന്നത് പോലുമില്ല. രാഹുലിന് ഒരു അവസരം നൽകണമെന്നോ രാഹുലിന് പറയുന്നത് കേൾക്കണമെന്നോ പോലും ഒരു നേതാക്കളും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇനി എന്ത് ചോദിക്കാനാണ് എന്നാണ് ചില നേതാക്കൾ ഹൈക്കമാൻഡിനോടും KPCC നേതൃത്വത്തോടും പറഞ്ഞത് എന്നുള്ളത്. കാരണം പുറത്തു വന്നിരിക്കുന്നതൊക്കെ അത്രയും ഗുരുതരമായ ഗൗരവമായ വെളിപ്പെടുത്തലുകളാണ്. ആ വിഷയത്തിൽ ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ തന്നെ രാഹുലിന് എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളതാണ് നേതൃത്വത്തിൽ പലരും ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അതിൽ ഏറ്റവും കടുത്ത നിലപാടെടുത്തത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ നയിച്ചുകൊണ്ട്, ആ ടീമിനെ നയിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് അതിന്റെ ക്യാപ്റ്റനായി തനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുലിന്റെ രാജി അത്രയും അനിവാര്യമാണ് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല നിലവിൽ ഓസ്ട്രേലിയയിലാണുള്ളത്. അവിടെ നിന്നാണ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ രമേശ് ചെന്നിത്തല എടുത്ത നിലപാട്. ഒരു നിമിഷം സലിം, ഇപ്പോൾ ശ്രീമതി KK രമ MLA നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി KK രമ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കോൺഗ്രസിനുള്ളിൽ. താങ്കളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ ശ്രീമതി KK രമ? ഇത്തരം വിഷയങ്ങളെ നിലപാട് വളരെ കൃത്യമായി നേരത്തെ പലതവണ ആവർത്തിക്കപ്പെട്ടതാണ്. അതിലൊരു സംശയവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യരായ ആളുകളല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തീരുമാനം ആ പാർട്ടി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി അത് തുടക്കത്തിൽ ഉണ്ടായല്ലോ. അതിനുശേഷമാണ് ഈ MLA സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. ആദ്യഘട്ടത്തിൽ ഭിന്നാഭിപ്രായ പ്രകടനങ്ങളൊക്കെ കോൺഗ്രസിലുണ്ടായി. പക്ഷേ ഇപ്പോൾ ഒറ്റക്കെട്ടായി നേതൃത്വം ആ തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ ആ സ്ഥാനത്ത് തുടരരുത്, അടിയന്തരമായി തന്നെ രാജിവെച്ചൊഴിയണമെന്നുള്ള നിലപാടാണ് താങ്കൾക്കും, അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് ഇത്തരം നമ്മൾ പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ആരോപണങ്ങൾ നേരിട്ട ആളുകളൊക്കെ നിയമസഭയിൽ ഇപ്പോഴും MLA-മാരായി തുടരുകയാണ്. ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ നിലപാടൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് അവരെയൊക്കെ സംരക്ഷിച്ചു പോരുകയാണ്. അങ്ങനെ സംരക്ഷിച്ചു പോരുന്ന ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ആരോപണങ്ങൾ നേരിട്ട ആള് ആ നിജസ്ഥിതി വരുന്നത് വരെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. മാറി നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നേരിടണം. ഒരു കാരണവശാലും ഇത്തരം സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നതിന് അർഹരല്ല എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴുമുള്ള നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത് ഏത് പാർട്ടിയിലായാലും ഏത് വ്യക്തികളായാലും തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ മോശമായ അധിക്ഷേപങ്ങൾ നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീകളെ മോശക്കാരാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഇതുപോലെയുള്ള ഉയർന്ന സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ഭൂഷണമല്ല എന്ന് തന്നെയാണ് വളരെ നേരത്തെ എടുത്ത നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അതിന് ഒരു മാറ്റവുമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണമെന്ന് KK രമയും ആവശ്യപ്പെടുന്നു. KK രമയാണ് ഇപ്പോൾ MLA ആണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന KK രമ MLA കൂടി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടോ? ഈ നേതാക്കൾക്കിടയിൽ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ അറിയിക്കുമെന്നാണോ KPCC നേതൃത്വം? ഉന്മേഷ്, ആദ്യഘട്ടത്തിലുള്ള ആശയവിനിമയം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും KPCC നേതൃത്വവുമായിട്ടുള്ള ആശയവിനിമയം പൂർത്തിയായി കഴിഞ്ഞു. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളുമായുള്ള ആശയവിനിമയം കഴിഞ്ഞു. അതിനുശേഷം KPCC നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് മറ്റു പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ നേതാക്കളുമായും കൂടിയാലോചന നടത്തുകയാണ്. ഈ വിഷയത്തിൽ അവരവരുടെ നിലപാട് എന്ത് എന്നുള്ളത് അറിയുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അഭിപ്രായം തേടിയ ഏറെക്കുറെ വലിയ ഭൂരിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരരുത്, MLA സ്ഥാനത്ത് തുടരരുത്, രാജിവെപ്പിക്കണം എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതൊരു ഏകാഭിപ്രായമായി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തൊട്ടടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ UDF ടീമിനൊപ്പം ഉണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ചോദിച്ചു വാങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുലിന് പ്രതിരോധ കവചമൊരുക്കിയ നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായും രാഹുലിനെ കൈവിടുന്നത് കൂടിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മുതൽ കാണാൻ കഴിഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ UDF പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുന്ന
ആരോപണമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ എത്രയും വേഗത്തിൽ രാജിവെപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിന് ഉള്ളിൽ രൂപപ്പെട്ട ഒരു ചർച്ച, അത് ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ രാജിവെച്ചാൽ ബി.ജെ.പിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ പാലക്കാട് ബി.ജെ.പി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ്. പക്ഷേ അതില് സാധ്യത വളരെ വിരളമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജിവെപ്പിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ UDF നേതൃത്വത്തിനുള്ളത്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.